സ്ട്രെസ്സിനെ നമുക്കൊന്ന് ഡീകോഡ് ചെയ്താലോ. സ്ട്രെസ് എന്ന വേർഡ് പണ്ട് എൻജിനീയേഴ്സ് യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കൽ ടേം ആയിരുന്നു. ഈ വേർഡ് ആദ്യമായി മനുഷ്യൻ്റെ അവസ്ഥയുമായിട്ട് കണക്ട് ചെയ്തത് ഹാൻസെലി എന്നൊരു കനേഡിയൻ സയൻറ്റിസ്റ്റ് ആണെന്ന് പറയുന്നു. മാറുന്ന ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മുടെ ശരീരവും മനസ്സും പെടുന്ന കഷ്ടപ്പാട് വിവരിക്കാനാണ് അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചത്. അതായത് നമ്മുടെ കപ്പാസിറ്റിക്കും റിസോഴ്സസിനും മുകളിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ബ്രെയിൻ താങ്ങാൻ പറ്റാത്ത ഒന്നായി പെർസീവ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ആ അവസ്ഥയെയാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. കൂടാതെ ചുറ്റുപാടിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങളെ സ്ട്രെസ്സേഴ്സ് എന്നും ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്നും വിളിക്കാം. സ്ട്രെസ്സ് ചിലർക്ക് ജീവിതത്തിൽ വളരെ റെയറായിട്ട് വരുന്ന ഒരു സംഭവമാകും. മറ്റു ചിലർക്ക് താങ്ങാൻ പറ്റാത്ത വിധം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു വലിയ പ്രഷറും ആവാം. സ്ട്രെസ് ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് പറയാറുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബ്രെയിന് 2 സ്റ്റേജസിലൂടെ കടന്നു പോകും. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ മഴ വരാൻ പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ആ മഴ നമുക്കൊരു ത്രെറ്റാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റേജ്. നമ്മൾ വീട്ടിലെ വരാന്തയിൽ ചൂട് കട്ടൻ ചായയും കുടിച്ച് സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ ഈ മഴ നമുക്കൊരു പ്രശ്നമേ ആവില്ല. എന്നാൽ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു വലിയ ജോബ് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലോ മഴ വലിയൊരു ത്രെറ്റാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ത്രെറ്റിനെ ഡീൽ ചെയ്യാനുള്ള നമ്മുടെ കോപ്പിംഗ് റിസോഴ്സസിനെ ഇവാലുവേറ്റ് ചെയ്യലാണ്. എന്തായാലും മഴ പെയ്യും, നനയാൻ ചാൻസും ഉണ്ട് എന്നുറപ്പായാൽ നമ്മുടെ അടുത്ത ചിന്ത എന്താ? എൻ്റെ കയ്യിൽ കുടയോ റെയിൻ കോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതായത് കയ്യിലൊരു നല്ല കുടയുണ്ടെങ്കിൽ നമ്മൾ വളരെ കൂളായിട്ട് നടന്നു പോകും. അവിടെ വേറെ സ്ട്രെസ്സൊന്നുമില്ല. കുടയില്ലെങ്കിലോ നമ്മളാകെ പാനിക്കാവും. ഒരേ സിറ്റുവേഷൻ, പക്ഷേ പെർസെപ്ഷൻ വ്യത്യാസമാണ്. എന്ന് വെച്ച് ഈ സ്ട്രെസ് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നെഗറ്റീവ് സിറ്റുവേഷൻസിൽ മാത്രമല്ല സ്ട്രെസ്സ് വരുന്നത്, പോസിറ്റീവ് സിറ്റുവേഷൻസിലും വരാം. സ്ട്രെസ്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മുടെ എനർജിയും മെൻ്റൽ കപ്പാസിറ്റിയും അത് ഡ്രെയിൻ ചെയ്യും. പക്ഷേ നെഗറ്റീവ് സ്ട്രെസ്സാണ് സാധാരണയായിട്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ അൽഗോരിതത്തെ ഡീൽ ചെയ്യാൻ നമ്മളെടുക്കുന്ന സ്ട്രാറ്റജിയുടെ കയ്യിലാവും പലപ്പോഴും നമ്മുടെ സമാധാനത്തിൻ്റെ താക്കോൽ. തിങ്ക് അബൌട്ട് ഇറ്റ്.